അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ 17 സീറ്റ് സെയിലിനുള്ളൊരു വാഹനമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെയിലിനുള്ള അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ 2016 മോഡൽ 17 സീറ്റ് വണ്ടിയാണ്. ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ വണ്ടി നിലവിൽ ഇൻഷുറൻസ് പുതിയതാണ്. അതേപോലെ തന്നെ നമ്പർ ഇവിടെ ആക്കാനായിട്ട് NOC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെസ്റ്റ് കാര്യങ്ങൾ വരും. ഇതിന് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി AC അല്ല, നിലവിൽ ജിങ്കിരി AC വണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആണ്. ഇൻസൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് ബേഡ് ചെയ്തിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റ് ഉണ്ട്. അതേമാതിരി ഈ വണ്ടി നമുക്കിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ഒക്കെ നമുക്ക് മാക്സിമം അതിൽ ലോൺ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇൻഷുറൻസ് IDB വാല്യൂ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ 12 ലക്ഷം രൂപ IDB വാല്യൂ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 9 രൂപ അല്ലെങ്കിൽ 10 രൂപയോളം നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടി ആവശ്യം ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ഈ രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വർക്ക് കാര്യങ്ങൾ നിലവിൽ ഒന്നും ചെയ്യാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിലവിലുള്ളത്. ഈ വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യേണ്ട കാരണമുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഒരുവിധം വണ്ടികൾ രജിസ്ട്രേഷൻ ആണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ 2016 മോഡൽ 4 വണ്ടി നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. സെയിം മോഡലാണ് ജിങ്കേസി വണ്ടികൾ. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതേപോലെ തന്നെ റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് മെക്കാനിക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ വന്ന കണ്ടീഷനിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ രീതിയിലുള്ള മെക്കാനിക് കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മെക്കാനിക്കും അതേപോലെ തന്നെ ബോഡി വർക്കും ഇൻറ്റീരിയലും എക്സ്റ്റീരിയറും അഡീഷണൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ കേരള വണ്ടിയും അതേപോലെ അതർ സ്റ്റേറ്റ് വണ്ടിയും തമ്മിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിന് നമുക്ക് ഇവിടുത്തെ നോൺ AC മേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് AC വണ്ടി തരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.